നമ്മളോട് പറഞ്ഞു നമ്മൾ മെട്രിക്സ് മെത്തേഡാണ്, മെട്രിക്സ് മെത്തേഡിൽ തന്നെ സ്റ്റിഫ്നെസ് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസിൽ മൊത്തത്തിൽ നമുക്ക് 2 ടൈപ്പ് മെത്തേഡാണ് അനാലിസിസിനുള്ളത്. ഒന്ന് ഫോഴ്സ് മെത്തേഡും ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡും. ഓക്കെ, ഇനി ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡുണ്ട്, തിയറം ഓഫ് ത്രീ മൊമെൻറ്റ് ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷനും 3 മൊമെൻറ്റും ഒക്കെ നമ്മൾ SA1 S5 പഠിച്ചതാണ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുന്നുണ്ട്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസിൽ വരുന്നതാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, കാനീസ് മെത്തേഡ്, സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ആദ്യത്തെ 2 നമ്മൾ SA1 പഠിക്കുന്നുണ്ട്. കാനീസ് മെത്തേഡ് KTU സിലബസിൽ കറൻ്റ്ലി അവൈലബിൾ അല്ല. സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡാണ് നമ്മൾ 3rd മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്റ്റിഫ്നെസ് മെത്തേഡ് ബേസിക്കലി നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ആ ഒരു സ്റ്റിഫ്നെസ് മെത്തേഡ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുന്നത്. അപ്പോൾ തന്നെ ഒരു ഇതുപോലത്തെ ഒരു ലോഡഡ് ബീം തന്നിട്ടുണ്ട് അല്ലേ, ഒരു കണ്ടിന്യൂസ് ബീം, 2 സ്പാൻ കണ്ടിന്യൂസ് ബീമാണ് ABC. AB സ്പാനിൽ ലെങ്ത് L1, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I1, BC സ്പാനിൽ L2 I2. അപ്പോൾ കൺസിഡർ എ ബീം ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബീമിനെ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. അതിൽ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 3 ഹിഞ്ചഡ് ആണ് തന്നേക്കുന്നത്. ഇനി ഹിഞ്ചഡ് അല്ല റോളർ ആണെങ്കിൽ പോലും നമുക്ക് 1 ആയിരിക്കും വരുന്നത്. ഈ എൻഡിൽ 1 ആയിരിക്കും, ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയിരിക്കും, ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയിരിക്കും. അതിന് കാരണം നമുക്ക് വെർട്ടിക്കൽ ലോഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ ലോഡിങ് മാത്രമേ ഉള്ളെങ്കിൽ ഹിഞ്ചഡിൻ്റെ കേസിലും റോളറിൻ്റെ കേസിലും ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ളത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 1, 2, 3 അങ്ങനെ ഡിഗ്രി ഓഫ് ഫ്രീഡം മൊത്തത്തിൽ ഈ ഒരു തന്നേക്കുന്ന സ്ട്രക്ചറിൽ 3 ആണ്. ഇനി നമുക്ക് എന്താണ് ആ അൺനോൺസ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു ഹിഞ്ചഡ് ആണെങ്കിൽ അല്ലെങ്കിൽ റോളർ ആണെങ്കിലും അതിനകത്ത് അൺനോൺസ് ആയിട്ട് വരുന്നത് അവിടുത്തെ സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ എയിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് θA, ബിയിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് θB, സിയിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് θC. ഇതായിരിക്കും ഇവിടുത്തെ അൺനോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. A ജോയിൻറ്റിൽ θAയും ബി ജോയിൻറ്റിൽ θBയും സി ജോയിൻറ്റിൽ θCയും. ഞാൻ ക്ലോക്ക് വൈസിലാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ സെയിം ഫിഗർ തന്നെ ഞാനിവിടെ ആ ഒരു θA, θB, θCയും കൂടി റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള സ്ട്രക്ചറിൽ ആ 3 ഡിഗ്രി എക്സ്ട്രാ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള കമ്പോണൻസ് ഓരോ ജോയിൻറ്റിലെയും സ്ലോപ്പ് കമ്പോണൻസ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം A എന്ന് പറയുന്ന ജോയിൻറ്റിൽ ആകെ ഒരു മെമ്പറേ ഉള്ളൂ അല്ലേ. A എന്ന് പറയുന്ന ജോയിൻറ്റിൽ റൈറ്റിലേക്ക് ഒരൊറ്റ മെമ്പറേ ഉള്ളൂ. അവിടെ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റിനെ നമുക്ക് ക്യാപിറ്റൽ MAB എന്ന് കൊടുക്കുക. ടോട്ടൽ മൊമെൻ്റ് ആണ് കേട്ടോ, ക്യാപിറ്റൽ MAB. ഓക്കെ, അപ്പോൾ MAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MFAB ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് അറ്റ് AB പ്ലസ് 2EI/L ഇൻറ്റു 2θA പ്ലസ് θB ഇസ് ഈക്വൽ ടു 0. അതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനാണിത്. A എന്ന് പറയുന്നത് ഒരൊറ്റ ജോയിൻ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈക്വൽ ടു 0 എന്ന് ഡയറക്റ്റ്ലി എഴുതിയത്. ഇപ്പോൾ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും, ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴായിരിക്കും 0 വരുന്നത്. അതായത് ടോട്ടൽ മൊമെൻറ്റ് അറ്റ് എ ജോയിൻറ്റ് വിൽ ബി ഈക്വൽ ടു 0. അതാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ A എന്ന് പറയുന്നതിൽ ആകെ ഒരൊറ്റ മെമ്പർ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ മൊമെൻറ്റ് MAB ഈസ് ഈക്വൽ ടു MFAB. MFAB എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് ഓഫ് AB പ്ലസ് 2EI/L. ഇനി AB ആയതുകൊണ്ട് അവിടുത്തെ L1ഉം I1ഉം ആയിരിക്കും. അപ്പോൾ 2EI1/L1 ബ്രാക്കറ്റിൽ 2θA പ്ലസ് θB ഇസ് ഈക്വൽ ടു 0. ഇതേ ഇക്വേഷൻ തന്നെ MABക്ക് വരും MBA വരുമ്പോൾ ആകെ വ്യത്യാസം θA പ്ലസ് 2θB എന്ന് മാറും. അതായത് AB വരുമ്പോൾ Aക്കാണ് പവർ, 2θA വരും. BA വരുമ്പോൾ Bക്കാണ് പവർ, അവിടെ 2θB ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോൾ MFAB പ്ലസ് ഇതകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 2 4EI1 θA/L1 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 2EI1 θB/L1 ഇസ് ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി. ഓക്കെ, ഇനി അടുത്തത് ക്യാപിറ്റൽ MBA. MBA എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, MBA എന്ന് പറയുമ്പോൾ ബിയുടെ ലെഫ്റ്റിലുള്ള മൊമെൻ്റാണ് MBA. ബിയിൽ 2 മൊമെൻ്റ് ഉണ്ട്, MBC ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ
ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം ബി എ പ്ലസ് എം ബി സി ഈസ് ഈക്വൽ ടു 0. അതായത് ബി എന്ന് പറയുന്ന ജോയിനിലെ ടോട്ടൽ മൊമെൻ്റ് ആയിരിക്കും ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്നത് എം ബി എ, റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്നത് എം ബി സി. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം ആയിരിക്കും 0 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എം ബി എ ആദ്യം എഴുതാം. എം ബി എ ഈസ് ഈക്വൽ ടു എം എഫ് ബി എ പ്ലസ് 2EI1 ഡിവൈഡ് ബൈ L1 ഇൻറ്റു തീറ്റ എ പ്ലസ് 2 തീറ്റ ബി. ഇനി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എം എഫ് എ ബി പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2EI1 തീറ്റ എ L1 പ്ലസ് 2 ഇൻറ്റു 2 4 വരും. 4EI1 തീറ്റ ബി ഡിവൈഡ് ബൈ L1. ഓക്കെ, ഇവിടെ കൊണ്ട് ഈക്വൽ ടു 0 എന്ന് എഴുതരുത്, ഇത് കണ്ടീഷൻ അല്ല. നമുക്കറിയാം ബി എന്ന് പറയുന്നത് 2 മെമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ 2 മൊമെൻറ്റുകൾ 2 സൈഡിലും ആക്ട് ചെയ്യും. ഇനി അടുത്തത് എം ബി സി, ബിയുടെ റൈറ്റ് സൈഡിലേക്കുള്ള മൊമെൻറ്റ് എം ബി സി. എം എഫ് ബി സി പ്ലസ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. ഞാൻ ഇനിയിപ്പോൾ ഷോർട്ടാക്കിയൊന്നും പറയുന്നില്ല, സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നില്ല. എം ബി സി എന്ന് പറയുമ്പോൾ ബിക്കാണ് പവർ, അപ്പോൾ 4EI2 L2 ആകെ വ്യത്യാസം അതാണ്. ബി സി സ്പാനിലേക്ക് വരുമ്പോൾ ലെങ്ത്ത് L2ഉം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I2 ആണ്. അപ്പോൾ 4 ഇതാ ഇവിടുത്തെ പോലെ തന്നെ തീറ്റ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 വരും. അടുത്തത് ബി സി അല്ലേ, സിയുടെ മെമ്പറിൽ 2 വരും. അപ്പോൾ എം ബി സി ഈസ് ഈക്വൽ ടു എം എഫ് ബി സി പ്ലസ് 4EI2 L2 തീറ്റ ബി പ്ലസ് 2EI2 L2 തീറ്റ സി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയിലെ ഇക്വേഷൻ എഴുതുമ്പോൾ ടോട്ടൽ മൊമെൻ്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0 എഴുതുമ്പോൾ ഇത് രണ്ടുമാണ്. എം എ ബി പ്ലസ് എം ബി സി ഈസ് ഈക്വൽ ടു 0. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അറ്റ് ജോയിൻറ്റ് ബി എം എ ബി പ്ലസ് എം ബി സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് അടുത്ത ഇക്വേഷനായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുത്തെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് പ്ലസ് ഇവിടുത്തെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്, അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് ആദ്യം എഴുതാം. എം എഫ് എ ബി പ്ലസ് എം എഫ് ബി എ പ്ലസ് എം എഫ് ബി സി. ഇനി തീറ്റ എയുടെ കമ്പോണൻ്റ് ആദ്യം എഴുതാം. തീറ്റ എയുടെ ഒറ്റ കമ്പോണൻ്റേ ഉള്ളൂ. ഈ ഇക്വേഷനിലും കമ്പയർ ചെയ്താൽ തീറ്റ എയുടെ ഒറ്റ കമ്പോണൻ്റേ ഉള്ളൂ, അത് അടുത്ത് എഴുതാം. 2EI1 L1 തീറ്റ എ പ്ലസ് തീറ്റ ബിയുടെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തീറ്റ ബിക്ക് ഇതുകൊണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4EI1 L1 ഉണ്ട്, ഇവിടെ 4EI2 L2 ഉണ്ട്. അപ്പോൾ തീറ്റ ബി പുറത്തേക്ക് എടുത്തിട്ട് 4EI1 ഡിവൈഡ് ബൈ L1 പ്ലസ് 4EI2 ഡിവൈഡ് ബൈ L2. ഇത് തമ്മിൽ ആഡ് ചെയ്ത് വെക്കരുത്, കാരണം ഇത് I1ഉം ഇത് I2 ആണ്, ഇത് L1ഉം ഇത് L2 ആണ്. ഇനി അടുത്തത് തീറ്റ സിയുടെ കമ്പോണൻറ്റ് ഒരെണ്ണം ഉള്ളൂ, ഇതിൽ തീറ്റ സിയുടെ കമ്പോണൻറ്റ് ഇല്ല. അപ്പോൾ അതിവിടെ എഴുതുക ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതുക. ഇനി അടുത്തത് ലാസ്റ്റ് ഇക്വേഷൻ, ഇവിടെ വരുന്ന മൊമെൻറ്റ്, ഇവിടെ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് എം സി ബി. ഓക്കെ, അപ്പോൾ എം സി ബി എന്ന് പറയുമ്പോൾ എം എഫ് സി ബി പ്ലസ് തീറ്റ സിക്കായിരിക്കും പവർ കൂടുതൽ, അപ്പോൾ അതിനായിരിക്കും 4 വരുന്നത്. തീറ്റ ബിക്ക് 2 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എം എഫ് സി ബി പ്ലസ് 2EI2 ഡിവൈഡ് ബൈ L2 ഇൻറ്റു തീറ്റ ബി പ്ലസ് 4EI2 ഡിവൈഡ് ബൈ L2 ഇൻറ്റു തീറ്റ സി ഇസ് ഈക്വൽ ടു 0. കാരണം സി ജോയിൻറ്റിൽ ഒറ്റ മൊമെൻറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 3 ഇക്വേഷൻസ് നമ്മൾ ഫ്രെയിം ചെയ്തു അല്ലേ, 3 ഇക്വേഷൻസ് ഫ്രെയിം ചെയ്തു. ഇനി ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ എം എഫ് എ ബി എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ബാക്കി എന്ത് വരും? ഈ ടേം അതുപോലെ എഴുതി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എം എഫ് എ ബി എന്ന് എഴുതി. ഇത് ഇക്വേഷൻ നമ്പർ എ ആയിട്ട് കൊടുത്തു. ഇനി അടുത്ത ഇക്വേഷൻ നമ്പർ 2 ഇതായിരുന്നു അല്ലേ, ബി ജോയിൻറ്റിലെ മൊമെൻറ്റിൻ്റെ സം. അവിടെയും ഞാൻ ഈ 2 ടേമിനെ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ബാക്കി ഇത്രയും ടേം ഇവിടെ അതുപോലെ വരും. ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എം എഫ് ബി എ മൈനസ് ഓഫ് എം എഫ് ബി സി. അത് ഇക്വേഷൻ നമ്പർ ബി ആയിട്ട് എഴുതി. അതേപോലെ ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ഈ ടേമിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി ഇതതുപോലെ വന്ന് ഈക്വൽ ടു മൈനസ് ഓഫ് എം ബി സി. അത് ഇക്വേഷൻ നമ്പർ സി ആയിട്ട് എഴുതി. ഓക്കെ, ഇനി എ ബി സി ഇക്വേഷൻസ് നോക്കി. എ ബി സി ഇക്വേഷൻസ് നമുക്കൊന്ന് മെട്രിക്സ് ഫോമിൽ എഴുതാം. മെട്രിക്സ് ഫോമിൽ എഴുതുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷനിൽ തീറ്റ എ തീറ്റ ബി, തീറ്റയുടെ കോയിഫിഷ്യൻ്റ് ഉണ്ട്, തീറ്റ ബിയുടെ കോയിഫിഷ്യൻ്റ് ഉണ്ട്, തീറ്റ സിയുടെ കോയിഫിഷ്യൻ്റ് ഇല്ല. അപ്പോൾ തീറ്റ സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ തീറ്റയുടെ കോയിഫിഷ്യൻ്റ് 4EI1 ഡിവൈഡ് ബൈ L1, തീറ്റ ബിയുടെ കോയിഫിഷ്യൻ്റ് 2EI1 ബൈ L1. അപ്പോൾ അത് ഫസ്റ്റ് 2 ടേം. തീറ്റ സിയുടെ ടേം ഇല്ലാത്തതുകൊണ്ട് അവിടെ 0. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ തീറ്റ എയുടെ കമ്പോണൻ്റ് ഇത്, തീറ്റ ബിക്ക് കമ്പോണൻ്റ് ഇത്, തീറ്റ സിയുടെ കമ്പോണൻ്റ് ഇത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതുക. തീറ്റയുടെ കമ്പോണൻറ്റ്, തീറ്റ ബിയുടെ കമ്പോണൻറ്റ്, തീറ്റ സിയുടെ കമ്പോണൻറ്റ്. ഇനി അടുത്ത ഇക്വേഷൻ സിയിലേക്ക് വന്നാൽ എയുടെ കമ്പോണൻ്റ് ഇല്ല, തീറ്റ എയുടെ കമ്പോണൻ്റ് ഇല്ല, അപ്പോൾ 0 ആയിരിക്കും. തീറ്റ ബിയുടെ കമ്പോണൻ്റ് ഇത്, തീറ്റ സിയുടെ കമ്പോണൻ്റ് ഇത്. ഓക്കെ, അപ്പോൾ തീറ്റ എ 0, തീറ്റ ബിയുടെ കമ്പോണൻറ്റ്, തീറ്റ സിയുടെ കമ്പോണൻറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ഒരെണ്ണം എഴുതി. ഇൻറ്റു നമുക്ക് ആ തീറ്റ എ തീറ്റ ബി തീറ്റ സി അത് എഴുതി. ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള ടേംസ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ടേം, സെക്കൻഡ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ടേം, തേർഡ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ടേം.
അപ്പോൾ അതിനെ ഇതേപോലെ തന്നെ ഈക്വൽ ടു ആദ്യത്തേത് മൈനസ് എം എഫ് എ ബി മൈനസ് ഓഫ് എം എഫ് ബി എ പ്ലസ് എം എഫ് ബി സി മൈനസ് ഓഫ് എം എഫ് സി ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഈ മെട്രിക്സ്, ഈ കിടക്കുന്ന മെട്രിക്സിനെയാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് നൊട്ടേറ്റഡ് ബൈ കെ. ഈ തീറ്റ എ, തീറ്റ ബി, തീറ്റ സി എന്ന് പറയുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡി എന്ന് നൊട്ടേറ്റ് ചെയ്യാറുണ്ട്, പല നൊട്ടേഷൻസും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഇക്വലൻറ്റ് ജോയിൻറ്റ് ലോഡ് വെക്ടർ, അതിനെ പി എന്ന് വിളിക്കും, ഇക്വലൻറ്റ് ജോയിൻറ്റ് ലോഡ് വെക്ടർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് സ്റ്റിഫ്നെസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? കെ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു പി. കെ മെട്രിക്സ് ഇൻറ്റു ഡി മെട്രിക്സ് ഇസ് ഈക്വൽ ടു പി മെട്രിക്സ്. ഈ രീതിയിലാണ് നമ്മൾ ഒരു സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ്റെ ബേസിക്സിൽ നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ്, സ്റ്റിഫ്നെസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ്, ഈ കിട്ടിയതാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് അല്ലേ. ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കെ ഐ ജെ. ഈച്ച് ടേം ഇൻ ദ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഈസ് കോൾഡ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഈ സ്റ്റിഫ്നെസ് മെട്രിക്സിലെ ഈ ഓരോ ടേമിനെയും നമ്മൾ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത്, ദ മെട്രിക്സ് വിൽ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ വെർ എൻ ഈസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന സ്ട്രക്ചറിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണോ അതായിരിക്കും ഈ മെട്രിക്സിൻ്റെ ഓർഡർ. ഇപ്പോൾ നമുക്ക് തന്നിരുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണോ അതായിരിക്കും വരുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് 3/3 ഓർഡറിലുള്ള മെട്രിക്സ് ആണ് കിട്ടിയത്. എത്രയാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം ആ ഒരു ഓർഡറിലുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി ഡയഗണലി ഡോമിനൻറ്റ്. ഡയഗണലി ഡോമിനൻ്റ് എന്ന് പറഞ്ഞ കാരണം ഇതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്, ഈ കാണുന്ന മെയിൻ ഡയഗണൽ എലമെൻറ്റ് അതായിരിക്കും ഡോമിനൻറ്റ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഡയഗണൽ എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും വലുത്, തൊട്ടടുത്ത് കിടക്കുന്ന 2 ടേമിനേക്കാളും അതായിരിക്കും വലുത്. ഈ ഒരു ടേം എടുത്താൽ തൊട്ടടുത്ത് കിടക്കുന്ന 2 ടേമിനേക്കാളും അതായിരിക്കും വലുത്. ഈ ഒരു ടേം എടുത്താൽ തൊട്ടടുത്ത് കിടക്കുന്ന 2 ടേമിനേക്കാളും അതായിരിക്കും വലുത്. അതായത് ഡയഗണലി ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു മെട്രിക്സ് ആയിരിക്കും. അടുത്തത്, ഇറ്റ് വിൽ ബി സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കെ ഐ ജെ വിൽ ബി ഈക്വൽ ടു കെ ജെ ഐ. ഇത് K11, ഓക്കെ, ഇത് K12, ഇത് K13, ഓക്കെ, ഇത് K31. നോക്കിക്കേ, K13ഉം K31ഉം സെയിം ആണ്. ഇപ്പോൾ ഏതെടുത്തു കഴിഞ്ഞാലും അത് സിമെട്രിക് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇത് K12 ആണെന്ന് പറഞ്ഞു, ഇത് K21 ആണ്. നോക്കിക്കേ, K12ഉം K21ഉം വാല്യൂസ് സെയിം ആണ്. അപ്പോൾ അതുപോലെ നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് ആണ് കിട്ടിയേക്കുന്നത്. അടുത്തൊരു പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് എ ബാൻഡഡ് മെട്രിക്സ്. That is, the elements towards the diagonal element will be non-zero and away from the members will be zero. Banded matrix എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലിനോട് ചേർന്ന് കിടക്കുന്നത് മെട്രിക്സ് വാല്യൂവിന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. ദൂരോട്ട് കിടക്കുന്ന മെമ്പേഴ്സ് എപ്പോഴും 0 ആയിരിക്കും. അതാണ് ബാൻഡഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ്, ഡയഗണൽ എലമെൻറ്റ്സ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ്. അപ്പോൾ ഈ സ്റ്റിഫ്നെസ് മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നോൺ ഡയഗണൽ എലമെൻറ്റ് നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ഡിപ്പെൻസ്. അപ്പോൾ ഇത്രയാണ് സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് ആ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് KIJ, അതായത് സ്റ്റിഫ്നെസ് മെട്രിക്സിലുള്ള ഓരോ ടേമിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. Each term of the stiffness matrix is called stiffness influence coefficient. It is defined as force induced at the coordinate I due to unit displacement at coordinate J, all other displacement being 0. ഓക്കെ, അപ്പോൾ KIJ ഇതാണ് നമ്മുടെ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്, അതായത് സ്റ്റിഫ്നെസ് മെട്രിക്സിലെ ഓരോ വാല്യൂ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് ഇൻഡ്യൂസ്ഡ്. നമ്മുടെ ആ സിസ്റ്റത്തിലെ സ്ട്രക്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴാണ്? ഇൻഡ്യൂസ്ഡ് അറ്റ് 1 അല്ലെങ്കിൽ I പൊസിഷനിൽ നമ്മളൊരു ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴാണ്? J പൊസിഷനിൽ നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ I പൊസിഷനിൽ കിട്ടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ J പൊസിഷനിൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തു, ബാക്കി എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും, അതായത് 0 ആയിട്ട് അസ്യൂം ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ 3 അൺനോൺസ് ഉണ്ട് അല്ലേ?
3 റൊട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് റൊട്ടേഷൻ തീറ്റ എ ഈസ് ഈക്വൽ ടു 1 കൊടുത്താൽ തീറ്റ ബി 0 ആയിരിക്കും, തീറ്റ സി 0 ആയിരിക്കും. ഈ അസംഷനിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തീറ്റ എ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഈ 1 എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്സിനെയാണ് K11 എന്ന് പറയുന്നത്. K12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ തീറ്റ ബി ഈസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലുണ്ടാകുന്ന സ്റ്റിഫ്നെസ്സാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻറ്റ്, ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ലെക്ചറിൽ കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ലെക്ചറിൽ ഈ ഒരു 2 സാമ്പിൾ പ്രോബ്ലം വെച്ചിട്ട് ഈ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡിറൈവ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.